എല്ലാവർക്കും FMG വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ വീട്ടിലുള്ള ഒരു കോപ്പർ വയറും ഒരു ആണിയും പിന്നെ ഒരു പെൻസിലും ഉപയോഗിച്ച് നമ്മളൊരു മാഗ്നറ്റ്, അതായത് ഒരു കാന്തം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കോപ്പർ വയർ, പിന്നെ ഒരു ആണിയും പിന്നെ ഒരു പെൻസിൽ സെൽ അഥവാ ബാറ്ററി. അപ്പോൾ ഇത് മൂന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോപ്പർ വയറിൽ കൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ എൻ്റെ ചുറ്റുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡ് എന്നൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആണി എടുക്കുക. ആണി എടുത്തതിന് ശേഷം കോപ്പർ വയർ എടുത്ത് നന്നായിട്ട് അത് ചുറ്റി കൊടുക്കുക. അതിൻ്റെ അകത്ത് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന അത്രയും ചുരുളുകൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ ചുറ്റി കൊടുക്കുക. നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ചുറ്റി കഴിഞ്ഞു. നന്നായിട്ട് തന്നെ നമ്മൾ ചുറ്റി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സിസ്റ്റം റെഡിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സിസ്റ്റം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ രണ്ട് അറ്റങ്ങളിലായിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ബാറ്ററിയുടെ ടെർമിനൽ ചെയ്ത് കൊടുക്കുന്ന ആ രണ്ട് ടെർമിനലായിട്ട് നമ്മൾ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതിനു ശേഷം നിങ്ങൾ എടുക്കുന്ന ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കറണ്ട് അതിലെ കൂടെ പാസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റം റെഡിയാണ്. അപ്പോൾ നമുക്കിനി നേരെ ടെസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ മാഗ്നറ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മൊട്ട് സൂചിയാണ് എടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സിസ്റ്റം എടുത്തു, പെൻസിൽ സെൽ എടുത്തു, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുമായിട്ട് നന്നായിട്ട് തന്നെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് നോക്കാം. ലെറ്റ്സ് ലുക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ നല്ലതായിട്ട് തന്നെ ആ നീഡിൽ അല്ലെങ്കിൽ മുട്ടുസൂചി അതിൻ്റെ അറ്റാച്ച് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന ചാർജസ് അതുവഴി പോകുമ്പോൾ, ആ സോളിനോട് വഴി പോകുമ്പോൾ ആ ഇലക്ട്രിസിറ്റിയിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് ആ നീഡിലിൻ്റെ അറ്റത്തായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സോളിനോട് പ്യൂർലി ഒരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് കാണാം നമ്മൾ എത്ര നേരം ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുക. ബാറ്ററിയുടെ ചാർജ് തീരുന്നവരെ നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 വോൾട്ടിൻ്റെ ബാറ്ററി ആയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി ചാർജ് കൂടിയ ബാറ്ററി എടുക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ലുക്ക്. ഞാനൊന്ന് നീഡിലൊക്കെ കൂട്ടിയിടുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ആ ചാർജ് കൂടിയപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് കൂടി. ഈ നെയിലിൻ്റെ അറ്റത്തായിട്ട് ഒരുപാട് നീഡിൽസ് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതായിട്ട്. അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊണ്ടാണ്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഇത് നല്ല അടിപൊളിയായിട്ട് ഒരു ഇതായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫുള്ളി ഒരു മാഗ്നറ്റായിട്ടാണ് ആ സോളിനോയിഡ് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സിസ്റ്റം, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ചാർജ് കൂടിയപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസമാണത്. എന്ന് വെച്ചാൽ ചാർജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല കട്ടി കൂടിയ ഒരു കോപ്പർ വയറാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്രയും കട്ടി കൂടിയ കോപ്പർ വയർ ഇല്ലെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞ സാധാ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അതിനകത്ത് എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ എടുത്ത് നമ്മൾ ടെസ്റ്റ് നമ്പർ 3ലേക്ക് പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ലെറ്റ്സ് ലുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റേതിൻ്റെ അത്ര എഫക്റ്റീവ് ആകത്തില്ല എന്നുള്ള ഒറ്റ പ്രോബ്ലം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ 1.5 വോൾട്ട് ബാറ്ററിയാണ് എടുക്കാൻ ശ്രമിക്കുക. ഇത്രയും നല്ല ചാർജുള്ള ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്റ്റിംഗ് തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഹീറ്റായി നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ 1.5 വോൾട്ട് ബാറ്ററി അതിൽ താഴെയുള്ളത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ സോളിനോയിഡിൻ്റെ കേസിൽ അതിൻ്റെ തിക്നെസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും വലിയ ബാറ്ററി എടുത്ത് അത്രയും ചാർജ് എടുത്തപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് തന്നെയാണ് ഇലക്ട്രിക് മോട്ടോഴ്സിലും ഇലക്ട്രിക് ഫാൻസിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ബെൽസിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇതിനുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് നിന്നാണ്. അതുവരെ ഇറ്റ്സ് FMG സൈനിങ് ഔട്ട്.